ഹലോ എവരി വൺ വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറച്ച് ദിവസമായാലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കുറച്ച് ലേറ്റായിപ്പോയി വീഡിയോസൊക്കെ ഇടാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 1/2 kg ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 3 ലെയേഴ്സായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 3 ഇഞ്ച് കേക്ക് ടിന്നിലാണ് ബേക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ 3 ലെയറായിട്ട് നമുക്ക് 4 ലെയർ വരെ ആക്കാം കേട്ടോ. നല്ല അപ്പോൾ ഞാനാണ് ഇച്ചിരി തിക്കായിട്ട് ലെയർ വെക്കുന്നത്. ഇതും എൻ്റെ മോൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേയുടെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ഗിഫ്റ്റായിട്ട് അവൻ കൊണ്ട് കൊടുക്കുന്ന കേക്കായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് മക്കൾക്കൊക്കെ ഒത്തിരി ക്രീം കൊടുക്കുന്നത് നല്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനാണെങ്കിൽ കുറച്ച് ക്രീം മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ അടുത്ത് ഒരുവിധമൊക്കെ ആൾക്കാർ വരുന്ന എല്ലാവരും കുറച്ച് ക്രീം മതി എന്നുള്ള രീതിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ക്രീമേ എപ്പോഴും, പിന്നെ ഇപ്പോൾ ഇവിടെ തണുപ്പ് സമയമാണല്ലോ, ഒത്തിരി ക്രീമൊക്കെ കഴിച്ചാൽ പിന്നെ ചുമയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുക. ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പിന് ഞാൻ 1 ടീസ്പൂൺ ഞാൻ കോഫി പൗഡർ, ചോക്ലേറ്റ് കേക്കിൻ്റെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുവാണെങ്കിൽ അതിനകത്ത് 1 ടീസ്പൂൺ കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാനോ കേട്ടോ. ചോക്ലേറ്റ് കേക്ക് നല്ല റിച്ച് ടേസ്റ്റ് കിട്ടാൻ നമ്മളങ്ങനെ ചെയ്യുന്നത്. പിന്നെ ക്രീമിനകത്ത് ഞാനാണെങ്കിൽ ക്രം കോട്ട് ചെയ്യുന്ന ക്രീമിനകത്ത് ഞാനാണെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് റേഷ്യോ വെച്ചേക്കുന്നത് 1:2 റേഷ്യോ. കാരണം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല തിക്കായിട്ടുള്ള ഗനാഷ്. അത് നമ്മൾ മേളിൽ ഡ്രിപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത്ര തിക്ക് വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡ്രിപ്പായി നമുക്ക് കിട്ടത്തില്ല നമുക്ക് വേണ്ട രീതിയിൽ. അപ്പോൾ അത് ഇച്ചിരി ലൂസാക്കണം. അപ്പോൾ 1:1 റേഷ്യോ ആക്കണം. അത് എന്ന് വെച്ചാൽ 1 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് തന്നെ ക്രീം എടുക്കുക. വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമാണെങ്കിലും കുഴപ്പമില്ല. ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കാണെങ്കിൽ അതും കൊണ്ട് ഡ്രിപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അകത്ത് ഫില്ലിങ്ങിനകത്ത് കൊടുക്കുകയാണെങ്കിൽ 1:2 എന്ന് വെച്ചാണെങ്കിൽ 2 കപ്പ് ചോക്ലേറ്റിനകത്ത് 1 കപ്പ് നമുക്ക് ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ ആഡ് ചെയ്ത് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ എല്ലാ ലെയേഴ്സാണ് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണക്ക് നമുക്ക് എല്ലാ ലെയറും റെഡിയാക്കി എടുക്കാം. പിന്നെ നമുക്കാണെങ്കിൽ വൈറ്റ് കളറിൽ ക്രീമാണ് വെച്ചേക്കുന്നത് കേട്ടോ. അതൊന്നും ഞാൻ കളറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. മക്കൾക്ക് വേണ്ടി ആയതുകൊണ്ട് ആ കളറൊന്നും മക്കൾക്ക് തന്നെയല്ല ആർക്കാണെങ്കിലും അവർ പറയുന്നുണ്ടെങ്കിൽ മാത്രമേ. അതുപോലെ തീം കേക്ക് ആണെങ്കിൽ പിന്നെ കളർ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരുമല്ലോ. ഇതിപ്പോൾ തീം കേക്കൊന്നും അല്ലല്ലോ. അപ്പോൾ അത് കാരണം സിമ്പിളായിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ക്രീമിനകത്ത് ഒന്നും ഇട്ട് കൊടുത്തിട്ട് വൈറ്റ് ക്രീമും കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു പാലറ്റ് നൈഫ് ഡിസൈൻ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മക്കളോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർക്കല്ലേ കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു മമ്മി കൊള്ളത്തില്ല, വേറെ ഡിസൈൻ നമുക്ക് ചെയ്യാം. അവർക്ക് സ്ക്രാപ്പർ ഡിസൈൻ ഇഷ്ടപ്പെടും കേട്ടോ കൂടുതലും. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ചെയ്തത്. മേളിൽ പാലറ്റ് നൈഫ് ഡിസൈൻ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്രീമിനകത്ത് മേളിൽ നമ്മൾ റോസറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കാണെങ്കിൽ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ച് അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നോസിൽ ഡിസൈൻ നമുക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റും ഗാർണിഷിങ്ങിന് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഷോട്ട്സ് നമുക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും എല്ലാം എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കണേ. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നുപോലെ. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ടും ചെയ്യാൻ മറന്നുപോകരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്ലീസ് എത്ര ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ അതേ അവർക്ക് ഇഷ്ടപ്പെടാതായപ്പോൾ ഞാൻ പിന്നെ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ റോസറ്റ് വെച്ച് കൊടുക്കുക. സൈഡിൽ ബോർഡർ ഡിസൈനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ കേക്ക് റെഡി. എപ്പോഴും നമ്മൾ കേക്ക് സെയിൽ ചെയ്യുമ്പോൾ മിനിമം ഒരു 5 മണിക്കൂറത്തേക്കും ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ആവാനായിട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യാവുള്ളൂ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്ത ഡിസൈൻ ആണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.